ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് വിജയ് ദേവർകൊണ്ടയുടെ ഏറ്റവും പുതിയ സിനിമയെ കുറിച്ചുള്ള ഒരു വലിയൊരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ്. സോ ഈ ഒരു അപ്ഡേഷൻ ഇപ്പോൾ വരും ഞങ്ങൾ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വലിയ വലിയ സ്റ്റാർസാണ് ഇതിനെക്കുറിച്ചുള്ള ഈ ഒരു അപ്ഡേറ്റുകളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ തെലുങ്കിന്ന് NTR, അതുപോലെ തന്നെ തമിഴിന്ന് സൂര്യ, അനിരുദ്ധ്, ഇവർ എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങൾ പറഞ്ഞിട്ടിട്ടുണ്ട്. സോ എന്തായാലും ആ ഒരു അപ്ഡേറ്റ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് ബാക്കി അതിനെക്കുറിച്ച് സംസാരിക്കും. ഞാൻ ആക്ച്വലി വിജയ് ദേവർകൊണ്ടയുടെ പടങ്ങളൊന്നും അങ്ങനെ ആദ്യമൊന്നും പോയി കാണാറൊന്നുമില്ല. പക്ഷേ എന്തോ ഇത് ഇങ്ങനെ വലിയൊരു പ്രൊമോഷൻ കാണുമ്പോൾ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവില്ല, എന്താണ് സാധനം, ഇവരൊക്കെ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് നോക്കാനുള്ളൊരു ത്വര, അതുകൊണ്ട് നോക്കി പോണതാണ്. ഇതിൻ്റെ ഇപ്പോൾ ടൈറ്റിലും ടീസറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും നോക്കിയിട്ട് ബാക്കി സംസാരിക്കാം. സൂര്യ തമിഴാണ് കേട്ടോ ഇത്. സിത്താര എന്റർടൈൻമെന്റ്സ്. അനിരുദ്ധ്. எதற்காக இந்த அச்சம்? யாருக்காக இந்த கொடும் யுத்தம்? ஊர்க்களம் நடுங்கும், காலச்சக்கரம் நொறுங்கும். ഗൗതം തിന്നാനൂരി, റിട്ടൺ ആൻഡ് ഡയറക്ടർ. புதிய தலைவர் பிறப்பான். ഈ സ്കോറിൽ ഹെവനല്ലേ? കിങ്ഡം ടൈറ്റിലാണ്. അതൊരു പീരിയോഡിക് സംഭവമാണ്. என்ன வேணா செய்வேன் சார். தேவைப்பட்டா மொத்தத்தையும் கொடுத்துருவேன் சார். മെയ് 30, 2025 വേൾഡ് വൈഡ് റിലീസ്. ഗൗതം തിന്നനൂരി ആൻഡ് അനിരുദ്ധ് മ്യൂസിക്കൽ. സംഭവം സംസാരിക്കുന്നത് എനിക്ക് ഒരു പീരിയോഡിക് പടമാണ്. സൂര്യയുടെ വോയിസ് ഓവർ കിടലിനായുണ്ട്, ഒരു രക്ഷയില്ല. ഈ ഒരു ടൈപ്പ് പരിപാടി കങ്കുവയിൽ കൊടുത്തിരുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി രസമായെന്ന് എനിക്ക് തോന്നി. ഈ കിടന്ന് അലറുന്നതിനൊക്കെ പകരം ഇത്തരത്തിലൊരു സബ്റ്റിലായിട്ടുള്ള വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു, വോയിസ് മോഡുലേഷൻ കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി രസമായതിനെ കങ്കുവ എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു ഇത് കാണുമ്പോൾ. എന്തായാലും ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത്, അതായത് നല്ല ആൾക്കാരുടെ സൈഡ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വാഭാവികം. തിയറി ഓഫ് ക്ലീഷേ പ്രകാരം നല്ല ആൾക്കാരുടെ ഗ്യാങ് മൊത്തം മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ദേശം തന്നെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ആൾക്കാരിങ്ങനെ മരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അവരിങ്ങനെ യുദ്ധം ചെയ്യുന്നത്? അവരെന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയധികം കാത്തിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സൂര്യയുടെ വോയിസ് ഓവർ കൂടെ. ഇവർ മരിച്ച് തോറ്റമ്പി നിൽക്കുന്ന സമയത്ത് ഇവർക്ക് പുതിയൊരു നായകൻ വരികയാണ്. ആ ഒരു നായകൻ്റെ ആ ഒരു സെറ്റപ്പ് ഒക്കെ കൊടുത്തിട്ടാണ് വിജയ് ദേവർകൊണ്ടയുടെ ക്യാരക്ടറിനെ ഇവർ ഇതിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കണമൊക്കെ ടീസറിനകത്ത്. അത് കഴിഞ്ഞിട്ട് വിജയ് ദേവർകൊണ്ട പറയുന്നുണ്ട് എല്ലാം കൊടുക്കും, വേണ്ടി വന്നു കഴിഞ്ഞാൽ എല്ലാം കൊടുക്കും, അതായത് ജീവൻ വരെ ത്യജിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു രീതിക്കുള്ളൊരു പരിപാടിയൊക്കെ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. ഒരു പഴയ, അതായത് പീരിയോഡിക് സിനിമയാണ് ഈ ഒരു സംഭവം. എന്തിനെങ്കിലും ബേസ് ചെയ്തിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആക്ച്വലി ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം വിജയ് ദേവർകൊണ്ടയുടെ ഒരു ടീസർ ഇറങ്ങുമ്പോൾ ഇത്രയധികം ഒരു പ്രൊമോഷൻ ഉണ്ടാവുന്നത് ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു ഹൈപ്പ് ആൻഡ് അനിരുദ്ധ് രവിചന്ദർ മ്യൂസിക് എന്ന് പറയുന്ന സാധനം പക്ക ദേവരയിലത്തെ ആ ഒരു സാധനം എടുത്ത് പേസ്റ്റ് ചെയ്ത് വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. ലാസ്റ്റ് ആ ഒരു ഇമോഷൻ ഹൈ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തോന്നിയത്. പക്ഷെ മൂപ്പരുടെ തന്നെയാണ് ദേവരയും, അതുകൊണ്ട് അങ്ങേരിതെടുത്ത് ഇതിൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാനൊന്നുമില്ല. പക്ഷെ എന്നാലും പണിയെടുക്കണ്ടേ? ഇപ്പോൾ എനിക്ക് പ്രാന്ത് പിടിക്കാൻ തുടങ്ങി. ഇത് എപ്പോൾ തുടങ്ങിയതെന്നറിയോ? ഒരു സാധനം എടുത്തിട്ട് അപ്പുറത്തെ സാധനത്തേക്ക് വയ്ക്കാം, ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തി വയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു സാധനം മൂപ്പരുടെ കയ്യിൽ നിന്ന് വരുന്നില്ല. അതിന് പകരമൊക്കെ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ പരിപാടിയൊക്കെ പിടിക്കാൻ GV പ്രകാശൊക്കെ നല്ലതാണ് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ തമിഴിൽ നിന്ന് മൂപ്പരെ കൊത്തി വലിച്ച് അവിടെ കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യിപ്പിച്ചാലും കൊടുക്കണ കാശിനുള്ള മുതലുണ്ട്. കാരണം അനിരുദ്ധിനൊക്കെ ഇവർ എത്രത്തോളം താങ്ങുന്നുള്ളതൊന്നും എനിക്കറിയില്ല.
പക്ഷെ ജീവിനൊക്കെ കൊണ്ടുപോയി ചെയ്യിപ്പിച്ചു എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഇതിൻ്റെ ഒരു ഡബിള് എഫക്റ്റ് കിട്ടുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ് ജീവി. അനിരുദ്ധിനേക്കാളൊക്കെ മുകളിൽ നിൽക്കേണ്ട ഒരാളാണ് ആക്ച്വലി. എപ്പോഴും ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ജീവി. പക്ഷെ അനിരുദ്ധിൻ്റെ കേസിൽ ഇതൊന്നും വെറൈറ്റീസ് പിടിക്കാൻ നോക്കുന്നില്ല. ഒക്കെ ഒരേ സാധനത്തിൻ്റെ വേറെ 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 കോപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന കുറേ സാധനങ്ങൾ തന്നെ. പക്ഷെ അയാൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം അനിരുദ്ധിനൊക്കെ പകരം ജീവിനെയൊക്കെ കൊണ്ട് അല്ലെങ്കിൽ AR റഹ്മാനെ കൊണ്ട് ചെയ്യിക്കാമല്ലോ. AR റഹ്മാൻ അടിപൊളിയായിട്ട് പീരിയോഡിക് പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. സോ അങ്ങനെയൊക്കെ പിടിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ബ്രാൻഡ് വാല്യൂ വെച്ചിട്ട് മാക്സിമം നല്ലൊരു കാസ്റ്റിംഗ് നടത്തിയിട്ട് മാക്സിമം തുടക്കത്തിൽ തന്നെ ഒരു വാരാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് ഈ ഒരു സംഭവം. ക്വാളിറ്റി മാത്രം നോക്കിയിട്ടൊന്നുമല്ല. സോ എന്നെ സംബന്ധിച്ച് ഇത് കണ്ടിട്ട് എനിക്ക് വലിയ പ്രതീക്ഷ തോന്നിയില്ല. പക്ഷെ സിനിമോട്ടോഗ്രാഫി വെടിച്ചില് സാധനമായിട്ടുണ്ട്. പിന്നെ ഇത്രയധികം പ്രൊമോഷനൊക്കെ നടക്കുമ്പോൾ എന്തായാലും ആൾക്കാർ ഇപ്പം ഞാൻ ശ്രദ്ധിച്ച പോലെ എന്തായാലും ശ്രദ്ധിക്കും. തുടക്കത്തിൽ തന്നെ ഒരുപാട് കാശ് വാരിയിട്ട് പിന്നിപ്പോൾ നെഗറ്റീവ് പറഞ്ഞാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ പടം നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, നമുക്ക് കിട്ടേണ്ടതൊക്കെ മേടിച്ചെടുക്കാമല്ലോ എന്നൊക്കെ പറയുന്ന പരിപാടി സെയിം സ്ട്രാറ്റജി ആണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സംഭവം എന്തായാലും മെയ് 30 വേൾഡ് വൈഡ് റിലീസാണെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും പടം ആദ്യം തന്നെ ഒന്നും ഞാൻ പോയി തലവെക്കുന്നില്ല. നിങ്ങൾ എന്തായാലും ഈ ഒരു ടീസർ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാൻ കണ്ടത് തമിഴിലാണ്. ഏറ്റവും യൂട്യൂബിൽ തപ്പിയപ്പോൾ ആദ്യം തന്നെ വന്നത് തമിഴാണ്. എന്തായാലും സൂര്യയുടെ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ബാക്കി അതർ ലാംഗ്വേജിലുള്ള പരിപാടികളൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ നിങ്ങൾക്ക് ഈ ഒരു സിനിമയെക്കുറിച്ചിട്ടുള്ള ആ ഒരു വെയിറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു വെയിറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.